ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പിയുമായിട്ടൊന്നുമല്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഡൗട്ടാണ് യൂട്യൂബിൻ്റെ ഏണിങ്സിനെ പറ്റി. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ എത്ര സമയം വെയിറ്റ് ചെയ്യണം, പിന്നെ മോണിറ്റൈസേഷന് ഓക്കെ ആയാൽ തന്നെ പിന്നെ നമുക്ക് ബാങ്കിലേക്ക് ക്യാഷ് വരുമോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല. എന്നാലും 4 വർഷം കഴിഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബ് ചാനൽ റീസെൻ്റ്ലി തുടങ്ങിയവർക്കും ഇനി തുടങ്ങാൻ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ 4 വർഷത്തെ യൂട്യൂബ് അനുഭവം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാനൊരു മുമ്പൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഏണിങ്സും, ആദ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ വ്യൂ ഇല്ലാത്തതും, ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്തതും, അപ്പോൾ അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ അതുപോലെ ചോദിക്കാറുള്ള ഡൗട്ടാണ് YT സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവുന്നത്, അതുപോലെ ക്രോമിൽ എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, റീസെൻ്റ്ലി ചാനൽ തുടങ്ങിയവർ. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സംഭവം, പിന്നെ പിക്ക് എഡിറ്റ് ചെയ്യുന്നതും, അപ്പോൾ അങ്ങനെയുള്ള ആപ്പിനെ കുറിച്ചിട്ടും അതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഓൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും പൈസ മുടക്കേണ്ടതില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ നമുക്ക് എന്തിനോടാണോ പാഷന്, കുക്കിങ്ങിനോടാണോ അല്ലെങ്കിൽ ക്രാഫ്റ്റ്, പിന്നെ ടീച്ചിങ്, ഹോം ഡെക്കർ, ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ എന്തിനോടാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വ്ളോഗ് ചെയ്യാനാണോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണാറില്ലേ. അപ്പോൾ നമുക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വെച്ചിട്ടുള്ളൊരു നിയമമാണ്, മോണിറ്റൈസേഷൻ അപ്ലൈ ആക്കണമെങ്കിൽ 1000 സബ്ബും വേണം, 4000 മണിക്കൂർ വാച്ച് അവറും വേണം. 4000 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2,45,000 മിനിറ്റ്സാണ് ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ വീഡിയോസിനും. അത്രയും നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ നമുക്ക് അപ്ലൈ ആക്കാൻ പറ്റൂ. അത് നമുക്കൊരു വർഷത്തിൽ കിട്ടണേ വേണം. ഒരു വർഷം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ നമുക്കത് പറ്റില്ല എന്നല്ല, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ 1 ഇയറാണ് അതിൽ ഉൾപ്പെടുന്നത്. അതിപ്പോൾ ഞാൻ ഇന്ന് ജൂൺ 5-ാം തീയതി എൻ്റെ ചാനലിൽ വാച്ച് ഓവർ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ, ലാസ്റ്റത്തെ 1 ഇയർ നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മാർച്ചിലാണെന്ന് വിചാരിക്കുക. മാർച്ചിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർച്ച് മുതൽ ഈ ഒരു ജൂൺ 5-ാം തീയതി വരെയല്ല നമ്മൾ നോക്കേണ്ടത്. ലാസ്റ്റ് ജൂൺ 5-ാം തീയതി മുതൽ ഈ ഒരു ജൂൺ 5-ാം തീയതി വരെയാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഈ ലാസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ജൂൺ 30-ന് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം കേട്ടോ. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ജൂൺ 30-നോ അല്ലെങ്കിൽ ജൂൺ 20-നോ നോക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ജൂൺ 20 മുതൽ ഈ ജൂൺ 20 വരെയുള്ള അങ്ങനെയാണ് നോക്കേണ്ടത്. അതുപോലെ 30-നാണ് നോക്കുന്നതെങ്കിൽ ലാസ്റ്റ് ജൂൺ 30 മുതൽ ഈ ജൂൺ 30 വരെ, അങ്ങനെയാണ് ലാസ്റ്റത്തെ 1 ഇയർ എന്ന് പറയുന്നത്. അതുപോലെ ജൂലൈയിൽ നോക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ജൂലൈ എടുക്കുക, നമ്മൾ ഈ റീസെൻ്റ്ലി ഉള്ള ജൂലൈ, അങ്ങനെയാണ് നോക്കേണ്ടത്. മനസ്സിലായില്ല? നിങ്ങൾക്ക് ചെയ്യുമ്പോൾ പിന്നെ മനസ്സിലാവും കേട്ടോ. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഇതൊക്കെ കവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷന് ഓക്കെ ആയിട്ട് കിട്ടുന്നത്. അതിന് പിന്നെ ID വെരിഫിക്കേഷന്, പിൻ വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ ആയതിന് ശേഷം നമ്മുടെ വീഡിയോസിൽ ആഡ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ ആഡ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്ന് നിറയുന്നൊന്നുമില്ല. പിന്നെയും നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടതൊക്കെ ഉണ്ട്. ചിലർക്ക് ഒരുപാട് പേര് ഇതിൽ നല്ലോണം ക്യാഷ് സമ്പാദിക്കുന്നവരുണ്ട്, പണം സമ്പാദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒട്ടും പണം സമ്പാദിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് മാത്രം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ ഒരു ഹോബിയും പോലെ നമ്മളിതിനെ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മൾ ഒരുപാട് പണം മുടക്കിയിട്ടൊന്നും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട, നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് പിന്നെ വാങ്ങിയാൽ മതി.
ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നോർമലി കുക്ക് ചെയ്യുന്നതും വീഡിയോ ഷൂട്ട് ചെയ്ത് കുക്ക് ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് സമയമെടുക്കാറുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും വേറെ. പണം ഒരു വഴിക്ക് വന്നോളും ഇൻഷാ അല്ലാഹ്. പണം മാത്രം നമ്മൾ വിചാരിച്ച് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ നല്ലൊരു ഹോബി ആയിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം, 4 ചുവരിനുള്ളിൽ മാത്രം നമ്മൾ ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് പേര് അറിയുന്നുണ്ട്. നമുക്ക് എന്തിലാണോ കഴിവ് നമ്മളത് കാണിക്കുന്നത് അത് കുറച്ച് പേര് അറിയുന്നുണ്ട്. നമ്മൾ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം 10,000 വ്യൂ ഉള്ള ഒരു വീഡിയോയ്ക്ക് നമുക്ക് $2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 10,000 വ്യൂസുള്ള 2 വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് $4 ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും ഏകദേശം നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കൊരിക്കലും വ്യൂ കൗണ്ട് നോക്കിയിട്ട് നമുക്ക് ഏണിങ്സ് കണക്കാക്കാൻ പറ്റില്ല. അതിൽ വരുന്ന ആഡ് എത്ര പേർ നോക്കി അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അതിൽ നിന്നും ഏണിങ്സ് കിട്ടുന്നത്. പിന്നെ ചിലപ്പോൾ നല്ല വ്യൂ ഉള്ള വീഡിയോയ്ക്ക് ചിലപ്പോൾ ഏണിങ്സ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒട്ടും അതിനേക്കാളും വ്യൂ കുറവുള്ള വീഡിയോയ്ക്ക് ഏണിങ്സ് അതിനേക്കാളും കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ വരാറുണ്ട്. ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഓരോ വീഡിയോസിൻ്റെ ഏണിങ്സും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എത്ര വ്യൂസ് കിട്ടുന്നുണ്ട് അതും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ടോട്ടലായിട്ടുള്ള വീഡിയോസിന് നമുക്ക് ഡെയിലി എത്ര വ്യൂസാണ് നമുക്ക് വരുന്നത് അതും നമുക്ക് കാണാൻ പറ്റും. ഡെയിലി നമുക്കൊരു 10,000 വ്യൂസൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഡെയിലി $2 ആയിരിക്കും കിട്ടുന്നത്, ഓൾമോസ്റ്റ് ഒരു 150 റുപ്പീസിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ $4 നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ ഡെയിലി 300 റുപ്പീസിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എത്ര ഡോളർ കിട്ടി, ടോട്ടലായിട്ട് എത്ര ഡോളർ കിട്ടി അതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു $100 ആയാലാണ് ആഡ് സെൻസിലേക്ക് കയറത്തുള്ളൂ കേട്ടോ. അതിനു മുന്നേ ആഡ് സെൻസിൽ കയറില്ല. ചിലപ്പോൾ നമുക്ക് മാസത്തിൽ $60 കിട്ടുന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് മന്തിൽ കിട്ടുന്ന ഡോളറും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും ആഡ് സെൻസിലേക്ക് വരുന്നുള്ളൂ. നെക്സ്റ്റ് മന്തിൽ ഇതും കൂടെ കൂടിയിട്ട് $100 ആയിട്ടുണ്ടെങ്കിൽ $100 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് ആഡ് സെൻസിൽ സാധാ 11-ാം തീയതി 12-ാം തീയതി ആ ഒരു ദിവസം ആഡ് സെൻസിലേക്ക് കയറാറുള്ളൂ. പിന്നെ ഒരു 20-ാം തീയതി മുതൽ 30-ാം തീയതി അതിൻ്റെ ഉള്ളിൽ അക്കൗണ്ടിൽ നമുക്കത് ക്യാഷായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്നും ഒത്തിരി സമ്പാദിക്കുന്നവരുണ്ട്, അതുപോലെ ഒട്ടും സമ്പാദിക്കാൻ പറ്റാത്തവരുണ്ട്. ഡെയിലി $30-40 വാങ്ങുന്നവരുണ്ട്. പക്ഷേ അവരൊക്കെ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് അവരതിൻ്റേതായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്, വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയോടെയുള്ള പിക്കും കാര്യങ്ങളും പിന്നെ ഒരുപാട് സബ്ബും, അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് കിട്ടാറുണ്ട്. പക്ഷേ സബ്ബ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് കാണാനുള്ള ഇൻട്രസ്റ്റും കൂടി അങ്ങനെയുള്ള വീഡിയോസും കൂടി ആയിരിക്കണം നമ്മുടെ വീഡിയോസ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളൂ. പിന്നെ ഒരു മെയിനായിട്ട് വേണ്ട ഇതിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് ലക്കും കൂടി വേണം. ചിലപ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത വീഡിയോസ് ആയിരിക്കും വൈറലാവുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയോടെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒട്ടും വ്യൂ കയറാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് കുറേ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ കുറേ പേര് ചെയ്യാറുണ്ട്, സബ് ചെയ്യാനും അതുപോലെ തന്നെ വാച്ചിങ് അവർ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഒരു 15-20 പേര് കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു ഗ്രൂപ്പിൽ മാത്രം നിന്ന് കൊണ്ടിട്ട് ഒരു 10-15 പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്താൽ മാത്രമാണ് കുറച്ചെങ്കിലും നമുക്ക് മുന്നോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ഇപ്പോൾ അങ്ങനെ വ്യൂ കിട്ടാറില്ല. മുമ്പൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നല്ല വ്യൂ ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വ്യൂ കിട്ടാറൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഫോൺ മാത്രം മതി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതുപോലെ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഐഫോൺ ആണെങ്കിൽ iMovie എന്ന ആപ്പിൽ നമുക്ക് നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ
കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പിൽ നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പവർ ഡയറക്ടർ അങ്ങനെ കുറേ ആപ്പൊക്കെ ഉണ്ട് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് ട്രൈപോഡാണ് കേട്ടോ. ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കയ്യിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം പാടാണ്. അതുപോലെ തന്നെ വീഡിയോ ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ട്രൈപോഡിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെച്ചിട്ട് നന്നായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു 250-300 ആ ഒരു റുപ്പീസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് കേട്ടോ. ഞാനിത് 399 വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 400 വീഡിയോസിൻ്റെ അടുത്തായി. അൽഹംദുലില്ലാ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഒന്നും അറിയാത്ത തുടങ്ങിയ ചാനലാണ്. ഒട്ടും ക്ലാരിറ്റി ഒന്നുമില്ലാത്തൊരു സാധാ ഫോണായിരുന്നു ആ സമയത്ത് കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതും. അത് ആ വീഡിയോസിൽ നല്ലോണം കാണാനുമുണ്ട്. അതിൻ്റെ തമ്പനയിലായെങ്കിലും വീഡിയോസിലായെങ്കിലും അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നല്ല കുറവുണ്ട്. എന്നാലും അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.